ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാറിയതാണ് ഉസ്താദ്, കളിയാക്കല്ലേ. നമ്മളെ ചിലതൊക്കെ തിരക്കൂട്ടിയിടുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന അബ്ദുല്ലാഹ് അമ്മാ ബഅദ്. എന്റെ ശബ്ദം റിമൂവ് ആയല്ലേ? റിമൂവ് ആകും, അതുകൊണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ, ഇല്ലേ? റിമൂവ് ചെയ്തല്ലോ. അത് മുഞ്ഞു മാറിപ്പോയോ അടിച്ചാനെ? ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്, എനിക്ക് റിമൂവ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആയില്ല അതല്ലേ, അതുകൊണ്ട് കുഴപ്പമാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ചെറിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഹാന്ന് കണ്ടപ്പോ. അപ്പൊ ഞാൻ വേഗം നോക്കിയപ്പോ എനിക്കെന്നെ പേടിയായി. അപ്പൊ ഞാൻ നിർത്തിയതാ. അങ്ങനെ ആവുള്ളല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം എന്നർത്ഥം, ചുരുക്കി പറഞ്ഞ. അപ്പൊ ഏതായിരുന്നാലും കൂടുതൽ സമയമില്ല. ഇപ്പൊ റൂമിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഗസ്റ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ടൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ച് വന്നതാണ്. നമ്മുടെ ചരണമുദ്രയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ ഇസ്ലാമിക പത്രപ്രവർത്തനത്തിന്റെ തുടക്കക്കാരൻ, സ്ഥാപകൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പണ്ഡിത ശിരോമണിയെ കുറിച്ചാണ്. ആരായിരിക്കും അത് എന്ന് ആർക്കെങ്കിലും ഭാവനയിലൊന്ന് പറയാൻ പറ്റും? ഇസ്ലാമിക പത്രപ്രവർത്തനം, സുന്നി പത്രപ്രവർത്തനത്തിന്റെ തുടക്കക്കാരൻ പറയാൻ കഴിയുന്ന, നിങ്ങളൊന്ന് ഭാവിച്ചു നോക്കാണേ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ശില്പി എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാം. ആരായിരിക്കും? ഹലോ, എന്റെ ശബ്ദം കേൾക്കാലോ? ഞാൻ DC എന്നല്ലോ. ഓക്കെ, ഒന്ന് ഭാവനയിൽ കേൾക്കുന്നു. ഓക്കെ, ഒന്ന് ഭാവനയിൽ സമസ്ത കേരള ഇസ്ലാം ഷിഹാബ് തന്നെ അടിച്ചിരിക്കുന്നു. അത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ തന്നെയാണ്. മഹാനവറുകളുടെ ജീവചരിത്രത്തിലൂടെയുള്ള ഒരു ചെറിയ 10 മിനിറ്റിന്റെ പരിപാടിയാണ്, അവതരണമാണ് ഇന്ന് നമുക്കുള്ളത്. കേരളത്തിലെ മലയാളക്കര കണ്ട ഏറ്റവും പ്രാഗൽഭ്യം നിറഞ്ഞ പണ്ഡിതരിൽ ഒരു കണ്ണി തന്നെയാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പണ്ഡിതൻ, മുഫ്തി, തികഞ്ഞ പ്രാസംഗികൻ, മികവുറ്റ കവി, അതിലേറെ ഉന്നത സാഹിത്യകാരൻ, പ്രഗത്ഭ ഗ്രന്ഥകർത്താവ്, അതിലൊക്കപ്പുറം സജീവ സംഘാടകൻ അല്ലെങ്കിൽ മികച്ച സംഘാടകൻ എന്ന പേരിലൊക്കെ വാഴ്ത്തപ്പെടാവുന്ന എല്ലാ ഫന്നുകളിലും മികച്ചു നിന്നിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. മുസ്ലിം സമൂഹത്തിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്ന മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ബിദ്അത്ത് പ്രസ്ഥാനങ്ങൾ മുളച്ചു തുടങ്ങിയപ്പോ അവയെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് എക്കാലത്തും ആദ്യത്തെ സഫിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. വരും തലമുറ എന്നും കേരളത്തിലെ സുന്നി സമൂഹത്തിന് എന്നും വലിയ മുതൽക്കൂട്ടായിരുന്നു ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിന്റെ പ്രവർത്തനം എന്ന് പറയേണ്ടതില്ല. ബദഈകളുടെ കടന്നുകയറ്റത്തിൽ സുന്നി സമൂഹത്തെ രക്ഷിച്ച് നമ്മുടെ കയ്യിൽ സുന്നത്ത് ജമാഅത്ത് കോട്ടം തട്ടാതെ എത്തിയതിൽ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ പലയിടങ്ങളിലും കോട്ടം തട്ടി കാണുന്നുണ്ടല്ലേ, നമ്മൾ വസിക്കുന്ന ഗൾഫ് നാടുകളിലൊക്കെ. അപ്പൊ അങ്ങനെ കോട്ടം തട്ടാൻ സാധ്യതയുള്ളിടത്ത് ആ കോട്ടം തട്ടാതെ, പഴമയുടെ പുതുമ ചേരാതെ സുന്നി ആശയ ആദർശങ്ങളെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. അതൊരിക്കലും ഒരു സമൂഹത്തിനും മറക്കാനാവില്ല. സമസ്ത എന്ന സംഘടനയുള്ളിടത്തോളം കാലം ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദും മറ്റു ഒരുപാട് ഉസ്താദുമാരും ഈ സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല.
കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ സമുദായത്തിന്റെ പൊതുവേദിയും ഒരു വലിയ പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ, സമുദായത്തിന്റെ പൊതുവേദി, പണ്ഡിത സംഘടന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംഘടന രൂപം കൊണ്ടപ്പോൾ, ആ പ്രസ്ഥാനം വഹാബികളുടെ പിടിയിലമർന്ന ഒരു സന്ദർഭം, അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് സാത്വികരായ ഒരുപാട് പണ്ഡിതന്മാരെ കൊണ്ട് ത്യാഗം ചെയ്ത് പ്രവർത്തിച്ചതിന്റെ ഫലമായി നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കി. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപമാകുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. പാങ്ങിൽ ഉസ്താദ് വരക്കൽ മുല്ലക്കോയ തങ്ങളൊക്കെ പോയി കണ്ട് കാര്യങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോട് തന്നെയായിരുന്നു നവറല്ലാഹു മർക്കദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക സമയത്ത് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് അതിന് തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉസ്താദ് അതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു എന്നത്. കേരളത്തിന്റെ ഒരു മുക്ക് നിന്ന് മറ്റൊരു മുക്ക് വരെ സമസ്ത കെട്ടിപ്പടുക്കുന്നതിലും സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ത്യാഗം ചെയ്ത ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിന്റെ ജീവചരിത്ര പരിധി നോക്കിയാൽ ധാരാളം വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളുമായി മുന്നോട്ട് പോയത് കണ്ടെത്താൻ കഴിയും. ബഹുമാനപ്പെട്ടവരുടെ ഖണ്ഡനം സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളെ പലപ്പോഴും തകർത്ത് കളയുന്നതായിരുന്നു. പലപ്പോഴും പല പൊള്ളത്തരവാദങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ വിദയി പ്രസ്ഥാനക്കാരുടെ പൊള്ളത്തരങ്ങൾ ജനത്തിന് മുമ്പിൽ തുറന്നു കാണിച്ച് അതിന്റെ പൊള്ളത്തരം തെളിയിച്ചു കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുകൊണ്ട് തന്നെ ത്യാഗപൂരിതമായ ഒരു ജീവിതത്തിന്റെയും യാതനകൾ കൊണ്ട് നിറഞ്ഞു തിങ്ങിയ അനുഭവത്തിന്റെയും ഒരുപാട് വിസ്മരിക്കാനാവാത്ത കഥകൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഹിജ്റ 1305 പാങ്ങിലെ പുത്തൻപീടിയക്കൽ വീട്ടിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ജനിക്കുന്നത്. സഹാബത്തുമായി എല്ലാവരും DC ആയോ? എന്താ മനസ്സിലായില്ല? നൗഫലുണ്ടല്ലോ അല്ലേ DC? നൗഫല് പിന്നെ എവിടെ ചെന്നാലും സജീവ സാന്നിധ്യം. DC അല്ല. ഓക്കെ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ടവരുടെ കുടുംബം ചെന്നു ചേരുന്നത് പ്രവാചക അനുചരന്മാരിൽപ്പെട്ട സഹാബിയായ മുഹമ്മദ് ബിൻ മാലിക് ബിൻ ഹബീബുൽ അൻസാരിയുടെ സന്താന പരമ്പരയിലാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാലിക് ബിൻ ഹബീബിന്റെ കുടുംബം പിൻകാലത്ത് ചാലിയത്ത് നിന്ന് തിരൂരങ്ങാടിയിലേക്ക് ചാലിയത്ത് വന്ന് അവിടെ നിന്ന് തിരൂരങ്ങാടിയിലേക്ക് കുടിയേറി പാർക്കുകയും തിരൂരങ്ങാടിയിലെ വലിയാക്കത്തൊടിയിൽ ആണ് അന്നവർ വന്ന് താമസിച്ചത്. അതുകൊണ്ട് പിൻകാലത്ത് വലിയാക്കത്തൊടി തറവാട്ടുകാരായി ചാലിയത്തിൽ നിന്ന് തിരൂരങ്ങാടിയിൽ വന്നവർ പിന്നീട് വലിയാക്കത്തൊടി തറവാട്ടുകാരായി അറിയപ്പെട്ട് കേരളത്തിൽ വലിയാക്കത്തൊടി എന്നൊരു തറവാട് രൂപപ്പെട്ടു വരികയായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പിതൃപരമ്പര അഹമ്മദ് ബിൻ നൂറുദ്ദീൻ മൗലവി ബിൻ അബ്ദുറഹ്മാൻ ബിൻ നൂറുദ്ദീൻ തെരിബീൻ ഖാജ മുഹമ്മദുൽ ഖാരി കമ്മുമല്ല ബിൻ മുഹമ്മദുൽ ഖാരി മമ്മുമല്ല. ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ പരമ്പര. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ പരമ്പര രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അവസാനം നമ്മൾ പറഞ്ഞ മുഹമ്മദുൽ ഖാരി എന്ന മമ്മുമല്ല വലിയാക്കത്തൊടി തറവാടിന്റെ പിതാവായിരുന്നു. ചാലിയത്ത് നിന്ന്
വലിയാക്കത്തൊടി എന്ന് പറയുന്ന തിരൂരങ്ങാടിയിലെ പ്രദേശത്തേക്ക് താമസിച്ചതിന്റെ തുടക്കക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട മമ്മുമല്ല എന്ന പേരിൽ എന്ന പേരിൽ പ്രസിദ്ധനായ മുഹമ്മദുൽ ഖാരി എന്ന മഹാൻ. ഏതായിരുന്നാലും തന്റെ പിതാമഹനായ കമ്മുമല്ല എന്ന അതിനു മുമ്പ് അറിയപ്പെട്ടിരുന്ന മുഹമ്മദുൽ ബാരി തിരൂരങ്ങാടിയിൽ നിന്നും മമ്പുറം തറമ്മൽ എന്ന സ്ഥലത്തേക്കും പിന്നീട് പാങ്ങിലേക്കും മാറി താമസിക്കുകയായിരുന്നു. ആറങ്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പാങ്ങിൽ അവർ താമസമാക്കിയത്. ഇവര് മമ്പുറത്തിലേക്ക് മാറുകയും തിരൂരങ്ങാടിയിൽ നിന്ന് ഈ തറവാടിൽ പറഞ്ഞ കമ്മുമല്ല എന്ന് പറഞ്ഞവർ മമ്മുമല്ലയാണ് ചാലിയത്ത് നിന്ന് ഇവിടേക്ക് വന്നത്. എവിടേക്ക്? തിരൂരങ്ങാടിയിൽ വന്നത്. മമ്മുമല്ലയുടെ മകനായിരുന്ന കമ്മുമല്ല എന്ന ഖാജ മുഹമ്മദുൽ ഖാരി എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് മമ്പുറത്തേക്കും മമ്പുറത്തിൽ നിന്ന് പാങ്ങിലേക്കും വരികയും പാങ്ങിലെ ആറങ്കോട് എന്ന ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് താമസമാക്കുകയും ചെയ്തു. മുഹമ്മദുൽ ഖാരി എന്ന കമ്മുമല്ലയുടെ പുത്രനായ നൂറുദ്ദീൻ എന്നവർ പാങ്ങിൽ ഒരു പുതിയ വീടുണ്ടാക്കി താമസം ആരംഭിച്ചു. അങ്ങനെയാണ് പുത്തൻപീടിയക്കൽ എന്നായിരുന്നു പിന്നീട് വീട്ടുപേര്. പഴയടത്ത് വാഴോട്ടിൽ പോക്കർ ഹാജിയുടെ പുത്രി തിത്തുവാണ് ബഹുമാനപ്പെട്ടവരുടെ മാതാവ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കുടുംബ പരമ്പരയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. പുത്തൻപീടിയക്കൽ എന്ന് പറയുന്ന വീട് നൂറുദ്ദീൻ എന്നവരൊരു പുതിയ വീടുണ്ടാക്കി താമസമാക്കിയപ്പോൾ പുത്തൻപീടിയക്കൽ എന്നായി മാറുകയും ആ തറവാട്ടിലാണ് പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്താദ് ജനനം കൊള്ളുന്നത്. മാതാവ് പഴയടത്ത് വായോട്ടിൽ പോക്കർകുട്ടി ഹാജി എന്ന പൂക്കു ഹാജിയുടെ പുത്രിയായിരുന്ന തിത്തുമ എന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കുടുംബ പരമ്പര പരിശോധിച്ചു നോക്കിയാൽ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ കുടുംബ പരമ്പര പരിശോധിച്ചു നോക്കിയാൽ അത് സൂഫികളുടെയും വലിയ വലിയ പണ്ഡിതന്മാരുടെയും പരമ്പരയാണ് എന്ന് കണ്ടെത്താൻ കഴിയും. നൂറുദ്ദീൻ എന്നിവരുടെ മകനായിക്കൊണ്ട് പാങ്ങിൽ ജനിക്കുന്നത് ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്ന് തന്നെ വേണ്ടത്ര മെച്ചമായ ദീനീ ശിക്ഷണം ലഭിച്ചു കഴിയുകയും 7-ാം വയസ്സോടുകൂടി വിശുദ്ധ ഖുർആന്റെ പാരായണ ശാസ്ത്രങ്ങളും പാരായണവും ഒക്കെ പൂർത്തിയാക്കുകയും അതോടൊപ്പം അത്യാവശ്യമായിട്ടുള്ള കർമ്മശാസ്ത്ര കാര്യങ്ങളൊക്കെ അഭ്യസിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഉസ്താദ്. 14-ാം വയസ്സ് വരെ പാങ്ങിൽ തന്നെ കഴിച്ചുകൂട്ടുകയും അതിനുശേഷം അവിടത്തെ പണ്ഡിത മഹത്തുക്കളുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഈ 14 വയസ്സ് വരെ പാങ്ങിലെ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ശിഷ്യത്വം സ്വീകരിച്ച് ധാരാളം ഇസ്ലാമിക വിജ്ഞാനം കരഗതമാക്കുകയും ചെറുപ്പത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് പ്രമുഖ പണ്ഡിതന്മാരായിരുന്ന അലിയത്തൂരി, ഏതാണ്ട് ഹിജറ 1334 മരണപ്പെട്ട അലിയത്തൂരി ഉസ്താദിൽ നിന്നും, അതുപോലെ തന്നെ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ മണ്ണാർക്കാട് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ 1354 ഹിജറ. ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. അതുപോലെ തന്നെ പള്ളിപ്പുറം കാപ്പാട് മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ ഉസ്താദ് വഫാത്തായത് 1358 ഹിജറ. തുടങ്ങിയ മഹാപണ്ഡിതന്മാരൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രധാന ഉസ്താദുമാരായിരുന്നു. പിന്നീട് വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പോയി അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദ് മഹാപണ്ഡിതന്മാരും സൂഫിവര്യന്മാരായ പല പ്രമുഖന്മാരുടെയും ശിഷ്യത്വം അക്കാലത്ത് പല പണ്ഡിതന്മാരെ പോലെ ഉസ്താദും സിദ്ധിക്കുകയുണ്ടായി. ബാഖിയാത്തിന്റെ ബാനി എന്ന പേരിൽ ഹസ്രത്ത് ബാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഷാ അബ്ദുൽ വഹാബ് ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, ഹസ്രത്ത് അബ്ദുൽ ഖാദിർ ഷാ ബഹദൂർ ഷാ റഹ്മത്തുള്ളാഹി
അതുപോലെ അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് റഹ്മത്തുള്ള തുടങ്ങിയ പ്രഗത്ഭരായ പലരുടെയും ശിഷ്യത്വം ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ നിന്ന് സ്വീകരിക്കുകയും ഹാരിസ് ഖാൻ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന മുഹമ്മദ് ഹുസൈൻ ഖാൻ, അതുപോലെ തന്നെ അബ്ദുറഹീം ഹസ്രത്ത് നവ്വറല്ലാഹു മറാഖിദഹുമ, ഈ മഹാപണ്ഡിതന്മാര് തുടങ്ങിയ മഹാപ്രതിഭകളുടെയും ശിഷ്യത്വം ബഹുമാനപ്പെട്ടവർ ശിഷ്യത്വം വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ ലത്തീഫിയ കോളേജിൽ നിന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് കരസ്ഥമാക്കി. ബാഖിയാത്തിലും ലത്തീഫിയയിലും ചെന്നുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് 1915 നമ്മുടെ ക്രിസ്താബ്ദം 1915 ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തുടക്കം തന്നെ പാങ്ങിലെ വലിയ ജമാഅത്ത് പള്ളിയിൽ ദർസ് ആരംഭിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് മണ്ണാർക്കാട് മഅദിനുൽ ഉലൂമിലേക്ക് മാറുകയും മണ്ണാർക്കാട് നിന്ന് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് ദർസ് കൂടുതൽ സജീവമാക്കുകയും പടന്ന താനൂർ വലിയ കുളങ്ങര പള്ളി മസ്ജിദ് ബിർക്കത്തുൽ കുബ്ര എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ടു. സാഹിരി ബിർക്കത്തുൽ കുബ്ര അല്ലെ, ഷാത്തി ബിർക്കത്തുൽ കുബ്ര അങ്ങനെന്തോ എഴുതപ്പെട്ട ഒരു പ്രസിദ്ധമായിട്ടുള്ള വലിയ കുളങ്ങര പള്ളിയിലൊക്കെ ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുകയുണ്ടായി. താനൂരിലെ വലിയ കുളങ്ങര പള്ളിയുടെ ചരിത്രം ഒന്ന് നമ്മൾ പഠിക്കേണ്ടത്. കാരണം താനൂരിലെ വലിയ കുളങ്ങര പള്ളി ദർസ് ആരംഭിച്ച മഹാനവറുകൾ ആ ദർസിനെ ഒരു ഉന്നത മതകലാലയമാക്കി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ച് ധാരാളം സമയം ചെലവഴിക്കുകയും വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹത്തിന് സമാനമായിട്ടുള്ള ഒരു മഹത്തായ ഇസ്ലാമിക കലാലയമായിട്ട് ഒരു കോളേജായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഉസ്താദ് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്ത് ഉന്നത പണ്ഡിതനും അതുപോലെ തന്നെ ധാരാളം ഉമറാക്കളും ഉലമാക്കളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദ് ഈ കാര്യത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുകയും അവർക്കൊക്കെ ഇത്തരം ഒരു സ്ഥാപനം കേരളത്തിൽ തുടങ്ങുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് അങ്ങനെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടെയും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മനോശക്തിയോടുകൂടി വലിയ കുളങ്ങര പള്ളി അതൊരു കോളേജ് കേന്ദ്രീകരിച്ച് ഒരു കോളേജ് ആരംഭിച്ചു. ഈ സ്ഥാപനത്തിന്റെ പേരാണ് ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ്. ഇന്ന് വീണ്ടും അത് ഒരു അറബിക് കോളേജ് തലത്തിലേക്ക് നീങ്ങിയെങ്കിലും ഇസ്ലാഹുൽ ഉലൂമിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ ചില ദുഃഖങ്ങൾ അനുഭവപ്പെടും. വളരെയധികം ത്യാഗവും ശക്തമായ പ്രവർത്തനത്തിന്റെയൊക്കെ ഒരു അനന്തര ഫലമായി ലഭിച്ചിരുന്ന ആ സ്ഥാപനം അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് തന്നെയായിരുന്നു നവ്വറല്ലാഹു മർക്കദ ഏറ്റെടുത്തിരുന്നത്. ബഹുമാനപ്പെട്ടവർ അതിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുക്കുകയും ധാരാളം വേറെ മുദർരിസുമാരെ പ്രഗത്ഭരായ പല മുദർരിസുമാരെയും ഇസ്ലാഹുൽ ഉലൂം കോളേജിൽ നിയമിക്കുകയും ചെയ്തു. ചരിത്രത്തിന്റെ പ്രൗഢമായിരുന്ന ഒരു കാലഘട്ടം ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിൽ 250-ലേറെ വിദ്യാർത്ഥികൾ അവിടെ വിജ്ഞാനം കരഗതമാക്കിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. വലിയൊരു കോളേജ്, നല്ലൊരു സ്ഥാപനം. ആ സ്ഥാപനം സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഇതിന്റെ ഇടയിൽ അള്ളാഹു എന്തോന്നറിയില്ല ഏതായിരുന്നാലും അള്ളാഹു പൂർണ്ണമായി മുരടിച്ച് കേവലം ഒരു ഇസ്ലാഹുൽ ഉലൂം മദ്രസയായിട്ട് അത് ചുരുങ്ങിപ്പോകുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശ്രമഫലമായിട്ട് വന്ന ആ സ്ഥാപനത്തിന് ഏറ്റിട്ടുള്ള ആ സ്ഥാപനത്തിന് അന്ന് ഇപ്പൊന്ന് വീണ്ടും അത് അള്ളാഹുവിന്റെ അനുഗ്രഹം മഹാരഥന്മാരുടെയൊക്കെ സഹായം കൊണ്ട് മദത് കൊണ്ട് ഇന്ന് എന്തായിട്ടുണ്ട്, അത് വീണ്ടും ഒരു കോളേജായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്നത്തെ ഒരു സമൂഹത്തിന് അഭിമാനിക്കാം. കേവലം ഒരു മദ്രസയായി ചുരുങ്ങിപ്പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഏതായിരുന്നാലും നമ്മൾ ചിന്തിക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഉന്നതമായൊരു സ്ഥാപനമാക്കി വളർത്തുന്നതിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ടവരുടെ സേവനം ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയൂല. അതുപോലെ തന്നെ
ഏതായിരുന്നാലും ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല. ബഹുമാനപ്പെട്ടവരുടെ വലിയ ഒരു പ്രധാനപ്പെട്ട നല്ല ഒരു സംഘടനാ ബുദ്ധി അത് ബഹുമാനപ്പെട്ട ഉസ്താദിന് അള്ളാഹു കനിഞ്ഞു നൽകിയിരുന്നു. ഒരു നല്ല ശഖ്സിയത്ത്, ഒരു വ്യക്തിത്വം. അതോടൊപ്പം ബഹുമാനപ്പെട്ടവർക്ക് സാഹിത്യത്തിലും കവിതയിലുമൊക്കെ വലിയ കഴിവുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വാഗ്മിയായിരുന്നു. മഹാനവകളുടെ നാക്കിൽ നിന്നും വരുന്ന ഓരോ വാക്കും എക്കാലത്തും പണ്ഡിതോചിതവും അതുപോലെ തന്നെ എതിരാളികളായ ആരായിരുന്നാലും അവരുടെ ഏത് ക്രൂരമ്പുകളെയും നിർവീര്യമാക്കാൻ കരുത്തുറ്റതുമായിരുന്നു എന്നതും ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഈ ബഹുമാനപ്പെട്ടവരുടെ വാഗ്വിലാസത്തിന്റെ തീജ്വാലയിൽപ്പെട്ട് മറ്റ് ബിദഅഹുകളുടെ വഹാബികളുടെയും മറ്റ് ബിദ്അത്തുകാരുടെയൊക്കെ പല കൂരമ്പുകളും കരിഞ്ഞ് നിലത്ത് വീണ ചരിത്രം ഒക്കെ പഴമക്കാർ ഓർത്തു വെക്കാറുണ്ട്. ബഹുമാനപ്പെട്ടവര് കിടയറ്റ ഒരു തൂലികയുടെ ഉടമയായിരുന്നു എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ഒരു കാര്യം നമ്മൾക്ക് അഭിമാനിക്കാം. കേരളത്തിലെ ആദ്യത്തെ പത്രപ്രവർത്തന രംഗത്തിറങ്ങിയ ഒരു സുന്നി പണ്ഡിതൻ എന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിലെ തിലകക്കുറിയാണ്, പൊൻതൂവലാണ്. ഇന്ന് നമുക്ക് പല ആളുകൾക്കും അറിയാത്തൊരു സംഭവമാണ്. സുന്നി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പത്രപ്രവർത്തനമായിട്ട് ഔദ്യോഗികമായ ഒരു പത്രമായിട്ട് ഒരു പത്രം ഇറക്കിക്കൊണ്ട് പത്രപ്രവർത്തന രംഗത്തിറങ്ങിയ ഒരു ആദ്യത്തെ സുന്നി പണ്ഡിതൻ എന്ന ഒരു ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഔദ്യോഗിക പത്രമായിട്ട് സ്വന്തം പത്രാധിപത്യത്തിൽ ബഹുമാനപ്പെട്ടവരുടെ പത്രാധിപത്യത്തിൽ തന്നെ അൽ ബയാൻ മാസിക പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരണ രംഗത്തേക്ക് കടന്നു വന്നവരാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. അങ്ങനെയാണ് ഈ വിഷയം വെച്ച് നോക്കുമ്പോൾ ഈ പ്രസിദ്ധീകരണ രംഗത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കേരളത്തിലെ ഇസ്ലാമിക പത്രപ്രവർത്തനത്തിന്റെ ഒരു പിതാവായിട്ട് ബഹുമാനപ്പെട്ട, അതിനു മുമ്പില്ല എന്നുള്ളതാണ്. അറബി മലയാളത്തിലൊക്കെ ചിലതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും, അല്ലാത്തത് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും സുന്നികളെ സംബന്ധിച്ചിടത്തോളം, ഈ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വലിയ അഭിമാനം നൽകുന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ സമസ്തയുടെ സാരഥിയായിട്ട് ദീർഘകാലം സേവനം ചെയ്തിട്ടുണ്ട്. സമസ്തയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ പ്രസിഡന്റ്, പല പദവികളും ബഹുമാനപ്പെട്ടവര് പല പ്രധാനപ്പെട്ട ഇതിലും ബഹുമാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ശ്രമഫലമായി കൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട CH ഇദ്രീസ് ഉസ്താദിനെ പോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള പല പണ്ഡിതന്മാരുടെ ചരിത്രത്തിലെടുത്ത് പരിശോധിച്ചിരുന്നു. അവരുടെയൊക്കെ ശ്രമഫലമായി കൊണ്ട് ധാരാളം സ്ഥാപനങ്ങളും പള്ളികളും നമ്മുടെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണക്കാരായ ബഹുമാൻ അഹമ്മദ് മുസ്ലിയാർ ആ കാലഘട്ടത്തിലെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മറ്റു പണ്ഡിതന്മാരെക്കാൾ പല വിശിഷ്ടതകളും മേളിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ചരിത്രകാരൻ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബ്ബറല്ലാഹു മർക്കദ. ഊപ്പരും നമ്മുടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. മറ്റൊരു പ്രത്യേകത, ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ചെന്ന് ഏത് കെട്ടിപ്പിണഞ്ഞ് കുടുങ്ങിക്കിടക്കുന്ന ഹല്ല് ചെയ്യാൻ കഴിയാത്ത മസലയായാലും സംശയങ്ങൾ ചെന്ന് ചോദിച്ചാൽ ഉസ്താദിന്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ വിഷയത്തിന് വളരെ നിഷ്പ്രയാസം പെട്ടെന്ന് അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കോലത്തിൽ, ചോദ്യകർത്താവിന് മനസ്സിലാകുന്ന കോലത്തിൽ അതിന്റെ ഹല്ല് ചെയ്തു കൊടുത്ത് മസലയൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കും. സംശയം ശരിക്ക് നിവാരണപ്പെടുത്തി കൊടുക്കാൻ ഉസ്താദിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടങ്ങളിലെ ഫത്വകളും പല പ്രശ്നപരിഹാരങ്ങളും ബഹുമാനപ്പെട്ടവർ നൽകിയതിന്റെ കാരണം സാധാരണക്കാരും അതുപോലെ പണ്ഡിതന്മാർക്ക് പോലും ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു വലിയ അവലംബമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഉസ്താദിനെ സമീപിക്കാൻ പല പണ്ഡിതന്മാരും അക്കാലത്ത് ശ്രമിക്കാറുണ്ടായിരുന്നു. ഞാനിപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഈ ഹജ്ജിന്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ അമീർമാർ പറഞ്ഞ ഒരു വിഷയം, ഒരു അമീർ പറഞ്ഞൊരു വിഷയം,
പലപ്പോഴും ഞങ്ങൾ വെല്യാപ്പള്ളി ഉസ്താദിനെ അവലംബിക്കുന്നു. വലിയ പണ്ഡിതന്മാരാ പറയുന്നത്. അങ്ങനെയുള്ള ചില ഒരു കഴിവൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ അവലംബമാക്കിയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് നമ്മൾ നാളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഏതായിരുന്നാലും ഞാൻ നീട്ടിക്കൊണ്ടുപോകില്ല. ബഹുമാനപ്പെട്ടവരൊരു ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ പേരത്തുമ്പിൽ നിന്നും ധാരാളം കൃതികളും കേരളക്കരക്ക് ലഭിച്ചിട്ടുണ്ട്. മർസിയത്തുകൾ മാത്രമല്ല, വിലപ്പെട്ട ധാരാളം രചനകൾ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ കേരളക്കരക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഒന്നായിരുന്നു ഈ ജുമയുടെ വിഷയത്തില് ഷാഫിഈ മദ്ഹബിലെ ഖദീമായ അഭിപ്രായം അംഗീകരിക്കുന്നതിനെ കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതി, അൻ-നഹ്ജുൽ ഖവീം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഉസ്താദ് രചിക്കുകയുണ്ട്. ഇത് ഈജിപ്തിലെ ഖൈറോ മുസ്തഫൽ ബാബിൽ ഹലബി എന്ന് പറയുന്ന പ്രസ്സിലാണ് അച്ചടിച്ചിട്ടുള്ളത്. അൻ-നഹ്ജുൽ ഖവീം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. അത് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മറ്റൊന്നായിരുന്നു അൽ ബയാനു ഷാഫി ഫി ഇൽമുൽ ഉറൂദി വൽ ഖവാഫി എന്ന് പറയുന്ന മറ്റൊരു കൃതി. അതുപോലെ തന്നെയാണ് തൻഖീഉൽ മന്തിഖ് ഫി ശറഹി തസ്രീഹിൽ മന്തിഖ് എന്ന് പറയുന്ന ഒരു കൃതി. നളമു അലാഖാത്തുൽ മജാസിൽ മുർസൽ എന്ന് പറയുന്ന മറ്റൊരു കൃതി. അൽ മൻഹലുർ റമി ഫി മനാഖിബി സയ്യിദ് അഹ്മദ് അൽ ബദവി എന്ന് പറയുന്ന മറ്റൊരു കൃതി. ഇബ്രാസുൽ മുഹമ്മൽ എന്ന് പറയുന്ന കൃതി. തുഹ്ഫത്തുൽ അഹ്ബാബ്, അതുപോലെ തന്നെ ഇസാലത്തുൽ ഖുറാഫ, അതുപോലെ തന്നെ ഇസാഹിമത്തുൽ ഹംസ, മവാഹിബുൽ ജലീൽ, അന്നഫഹാത്തുൽ ജലീല, താജുൽ വസായിൽ, അൽ ഫൈദുൽ മൻജി, തുഹ്ഫത്തുർ റബീഇയ്യ, അതുപോലെ അൽ ഖസീദത്തുൽ ഖുതുബിയ്യ ഫി മദ്ഹ് ഗൗസുൽ ബർരി, അതുപോലെ അൽ ഫൈദുൽ മദീദ് ഫി തവസ്സുൽ ബി ആലി അബ്ദിദ്ദീൻ, ഖസീദത്തുൽ തിഹാനി, അൽ തൻബീഹുൽ ഗഫൂൽ, തൻബീഹുൽ അനാം, അൽ ഖൗലുൽ സദീദ്, അൽ ഖൗലുൽ മൻസൂഖ്, പിന്നെ ഹാഷിയത്തു അലാ മുഖദ്ദമത്തി തുഹ്ഫത്തുൽ മുഹ്താജ് ലി ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ശറഹ് ഖസീദത്ത് ജംറു മഖ്തൂഫ്. ഇങ്ങനെ ധാരാളം കൃതികൾ ബഹുമാനപ്പെട്ട ഉസ്താദ് കേരളക്കരക്ക്, അതുപോലെ തന്നെ ധാരാളം മൗലിദ് ഖണ്ഡന പുസ്തകങ്ങളും നിരൂപണങ്ങളും അതുപോലെ തന്നെ ധാരാളം പ്രമേയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് കൃതികൾ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരു പണ്ഡിത കേസരിയായിരുന്നു ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു ബർക്കത്തുഹു. ബഹുമാനപ്പെട്ടവർക്ക് ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ പഠിക്കുന്ന കിതാബുകൾക്കൊക്കെ ആരെ പറ്റിയാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു ബർക്കത്തുഹു സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു ശില്പി എന്ന് അവകാശപ്പെടാവുന്ന, കേരളത്തിലെ സുന്നി പത്രപ്രവർത്തനത്തിന്റെ തുടക്കക്കാരൻ എന്ന പേരിൽ അറിയപ്പെടാവുന്ന വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു ബർക്കത്തുഹു. മഹാനവറുകളുടെ കൃതികളാണ് ഇങ്ങനെയൊക്കെ കേരളത്തിൽ പണ്ഡിത കേസരികൾ കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് പഠിക്കുന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട മിക്ക ദർസ് കിതാബുകൾക്കും പല ടിപ്പണികളും ചെയ്യാറുണ്ട്. ആ ടിപ്പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ മുല്ല വീട് എന്ന് ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ചത് കാണാൻ കഴിയും എന്ന് ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിന്റെ ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്, മുല്ല വീട് എന്നതിന്റെ പിന്നിൽ എഴുതി വെക്കുമല്ലോ. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവരുടെ കുടുംബം പാക്കപ്പുറം കൊറ്റോത്ത് വീട്ടിൽ സെയ്താലി ഹാജി എന്നവരുടെ പുത്രി ഖദീജയായിരുന്നു മഹാനവറുകളുടെ ആദ്യ ഭാര്യ. പ്രസിദ്ധ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട പാങ്ങല് ബാപ്പുലേർ എന്ന് പറയുന്ന പ്രസിദ്ധ മൗലവി മുഹമ്മദ് ബാക്കവി എന്ന പേരിലുള്ള ബാപ്പുസ്ലിയാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതേപോലെ മൗലവി എന്ന മുഹമ്മദ് ബാക്കവി എന്നവർ ബഹുമാനപ്പെട്ടവർക്ക് ഇതിൽ ജനിച്ച പുത്രനായിരുന്നു. അതുപോലെ തന്നെ വല്ലപ്പുഴ ബീരാം മുസ്ലിയാരുടെ പുത്രി ഫാത്തിമയായിരുന്നു മറ്റൊന്ന് രണ്ടാമത്തെ ഭാര്യ ഉസ്താദിന്റെ. 4 സന്താനങ്ങളാണ് ഇതിലുണ്ടായത്. പിന്നീട് പൊന്നാനിയിൽ നിന്നും ഒരു വിവാഹം ബഹുമാനപ്പെട്ടവർ കഴിക്കുകയും അവരിലായിട്ട് 2 മക്കളും ജനിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരും ഉസ്താദുമാരെ നമ്മൾ പറഞ്ഞു. ശിഷ്യനായിരുന്നു ജവാഹിറുൽ അഷ്ആർ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായിട്ടുള്ള ആരാണ്? ഇന്നലെ നമ്മൾ ആരെ പരിചയപ്പെട്ട്? ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടിരുന്ന
അബ്ദുൽ ഖാദർ ഫദ്ഫരി എന്ന് പറയുന്ന റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാല വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഫദ്ഫരി. മഹാനവറുകൾ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ശിഷ്യനായിരുന്നു. ഫദ്ഫരി സാദ് എന്ന് നമ്മൾ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ശിഷ്യനാണ് തൂതക്കൽ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പൂലിയര്, അരിമ്പ്ര മേമുട്ടിയൊലിയര്, അലനല്ലൂരിലെ കുഞ്ഞൽവേലിയര്, പല്ലൂര് കുഞ്ഞാമൂലിയര്, കാപ്പിക്കുളപ്പറമ്പ് കുട്ടിയസൻ ബാക്കവി, ഇരുമ്പിലാശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, ഓമച്ചപ്രയ അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ അനേകം, ഓമച്ചപ്രയ അബൂബക്കർ മുസ്ലിയാരൊക്കെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനിൽപ്പെട്ടതാണ്. 1365 ദുൽഹജ്ജ് മാസം 25 ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ വഫാത്തായി. ബഹുമാനപ്പെട്ടവരുടെ ഖബറിടം പാങ് ജുമഅത്ത് പള്ളിക്ക് സമീപമാണ്. ആരെങ്കിലൊക്കെ സിയാറത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോട്ടക്കൽ പെരിന്തൽമണ്ണയുടെ ഇടയിൽ പടപ്പറമ്പിലിറങ്ങി പാങ്ങിലേക്ക് പോകുമ്പോൾ ചേണ്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഈ പള്ളിയിൽ എത്തിപ്പെടാനും പടപ്പറമ്പ് വളാഞ്ചേരി റൂട്ടിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അത് ഞാൻ പറഞ്ഞതാണ്. കോട്ടക്കൽ പെരിന്തൽമണ്ണയുടെ ഇടയിലൂടെ പോകുമ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ പടപ്പറമ്പ് ഇറങ്ങി പാങ്ങോട്ട് ഇറങ്ങുക. വളാഞ്ചേരി റൂട്ടിലാണിതുള്ളത്. വളാഞ്ചേരിയിൽ നിന്ന് പടപ്പറമ്പിലേക്ക് വരുന്ന റൂട്ട്. ഇനി അല്ലെങ്കിൽ കാടാമ്പുഴയിൽ നിന്ന് യാറത്തിന്റെ വഴി വന്നിട്ട് പാങ്ങിലേക്ക് അങ്ങനെയും വരാം. എവിടെ നിന്ന്? വെട്ടിച്ചിറയിൽ നിന്ന് കാടാമ്പുഴ വന്നിട്ട് കാടാമ്പുഴയിൽ നിന്ന് നേരെ യാറത്തുങ്ങൽ വഴി നമ്മുടെ അല്ലേ അങ്ങനെ വന്നിട്ട് ചേണ്ടിയിൽ വന്നിട്ട് അങ്ങനെയും ചേണ്ടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പാങ്ങിൽ അവിടെ എത്തിപ്പെടാൻ കഴിയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു രൂപഘടനക്ക് കാരണക്കാരനായ ഒരു മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട. ധാരാളം ഇതിനിടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ തിളങ്ങുകയും ഈ പുത്തൻ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തുകയും ചെയ്ത. ഇന്നൊക്കെ നമ്മൾ അതിന് വേദിയൊരുക്കുന്നുണ്ടെങ്കിൽ അന്ന് ആ തുടക്കം ബഹുമാനപ്പെട്ടവർ തുടങ്ങിയതാണ് ഇതിന് പിന്നിലൊക്കെ. ബഹുമാനപ്പെട്ടവരുടെ കാലത്ത്, കാരണം ബഹുമാനപ്പെട്ടവരും കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുവേദി എന്നുള്ള നിലക്കൊക്കെ ആയിരുന്നു. അത് പിന്നീട് വഹാബി കൈകളിലേക്ക് കടന്നുപോയപ്പോഴാണ് ഉസ്താദിനെ ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിങ്ങനെ ഒരു ചർച്ച, ഒരു പ്രസ്ഥാനത്തിന് തുടക്കമൊക്കെ ഉണ്ടായത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുക. സംസ്ഥയാണ് ഇതിന്റെ നാട്ടുകാരനായ അബ്ദുള്ളേക്കാരല്ലേ എംകെക്കാരോ. ഏതായിരുന്നാലും അതാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന നവ്വറല്ലാഹു മർക്കദ എന്ന ആ പ്രഗൽഭ പണ്ഡിതൻ കേസരിയുടെ ജീവചരിത്രത്തിലെ ചെറിയ ഏടുകളാണ്. ആരാണ് അബ്ദുള്ള? ലാപ്ടോപ്പ് പിന്നർ എനിക്ക് നല്ല ഓൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതെ, തോട്ടക്കാട് ബ്രദറോ എന്താ മനസ്സിലായില്ല. ഇത് അബ്ദുള്ളല്ലേ? MK അബ്ദുള്ളല്ലേ? നമ്മളെ ഇരുമ്പുഴ അബ്ദുള്ളല്ലേ? ബ്രദർ. ഓക്കെ, ഇരുമ്പി അബ്ദുള്ള തന്നെയാണ്. ഇരുമ്പി അബ്ദുള്ള നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടോ. ഇവരുടെ കുടുംബം കാപ്പാട് വലിയ പണ്ഡിത അനിയനാണ്. ഓക്കെ, വലിയ പണ്ഡിത കുടുംബനാട്ടാ. വലിയ പണ്ഡിത കുടുംബാണ്. ഇപ്പൊ കാപ്പാട് കുടുംബം തന്നെ. മൂപ്പരാളെ വാപ്പ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ആളാ. നിങ്ങൾ ഇങ്ങനെ കൂട്ടട്ടാ. കേരളത്തിലെ ആ ഒരു പ്രദേശത്ത് സമസ്തയുടെ പ്രവർത്തനം നമ്മുടെ മലപ്പുറത്താണെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അധ്യക്ഷ പദവിയിലിട്ട് ഇരുന്നിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഇതായിട്ട് അറിയില്ല എനിക്ക്. അതായിരുന്നാലും വലിയ പണ്ഡിതനായിരുന്നു. ഒരുപാട് കാലം പല ഭാഗങ്ങളിലായിട്ട് ദർശനം നടത്തി. നമ്മുടെ ഈ കാപ്പാട് നമ്മൾ ഇന്നലെ പറഞ്ഞ ഉസ്താദുമാരില്ല, കുഞ്ഞാൽ ഒരുപാട് ഉസ്താദുമാരുടെ ഒക്കെ വലിയ ഒരു പണ്ഡിത കുടുംബമാണ്. ഷറാഫി, മുത്താഫി ഇവരൊക്കെ പണ്ഡിതന്മാരാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ്. അതുപോലെ അബ്ദുള്ളന്റെ 2 ജ്യേഷ്ഠന്മാർ ഫൈലിമാരാണ്, കബീർ ഒക്കെ. ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട്
നമുക്ക് നാളെ അബ്ദുള്ളയുടെ കുട്ടി ഉറങ്ങിയില്ല. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു പണ്ഡിതനെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ ഗ്രഹിച്ചാൽ പരിചയപ്പെടാം. നിങ്ങളുടെ ദുആ വസിയത്തോട് കൂടി തൽക്കാലം ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി അവതരണം സദാ ലോക്കൽ അവതരണമാണ്. അതെന്താന്ന് വെച്ചാൽ ആ വിഷയം അങ്ങനെ പറയുമ്പോഴെങ്കിലും മനസ്സിൽ പഠിക്കാനുള്ളതും എഴുതി വെക്കാനും വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതൊരു പ്രസംഗത്തിന്റെ രൂപത്തിലേക്ക് പോകാതെ വർഷങ്ങളും ഇതൊക്കെ ചോദ്യവും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട് പോകുന്നാൽ അതിന്റെ ഗുണം കിട്ടും എന്നൊരു പ്രതീക്ഷയാണ്. മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ പാട്ടിപ്പോ വരൂലടാ, കാരണം ഇവിടെ രാത്രി 1:30 മണിയായി. ഇപ്പൊ ഇവിടെ പാട്ടാടിയാൽ നമ്മളെ റൂമിന്ന് പോൺസും ഞാൻ ഇതന്നെ ഇപ്പൊ ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ ചെറുതായിട്ട് സംസാരിക്കാൻ ഉപദ്രവമില്ലാതെ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നാട്ടിൽ വന്നിട്ട് എന്റെ ചവിട്ടുപാടി തന്നെ. ഓക്കെ, മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.